ഇമ്മ എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് കല്യാണം കഴിഞ്ഞിട്ടേ എല്ലാ ഞായറാഴ്ച ഒരിക്കലും പോണം. വീട്ടിലൊന്നും ഇരിക്കണ്ട കേട്ടോ. നമുക്ക് മസനഗുടി വഴി ഊട്ടിക്കൊക്കെ പോയാലോ? ഇവിടുന്ന് 100 മീറ്റർ അപ്പുറത്തേക്ക് ഇറങ്ങിയാലേ ഛർദിക്കണ ജയ് മസനഗുടി വഴി ഊട്ടിക്കല്ല എന്റെ പാപ്പാന്റെ തലേക്ക്. ഉമ്മക്ക് ഓണസദ്യക്ക് ഇഷ്ടാ? ഞാൻ അവിടെ വന്നിട്ട് ഉണ്ടാക്കി തരണ്ട കേട്ടോ. ഇവിടെ എല്ലാവർക്കും എന്റെ സദ്യ ഭയങ്കര ഇഷ്ടാ. ഇവിടെ എല്ലാ ഓണത്തിനും ഞാൻ ഉണ്ടാക്കലുണ്ട്. എന്റെ കുട്ടിയെ കഴിഞ്ഞ ഓണത്തിന് തന്നെ ഇവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇവിടെ എല്ലാവർക്കും ഫുഡ് ഇൻഫെക്ഷൻ ആയിരുന്നു. എന്റെ പെരക്കാരായോണ്ട് ഞങ്ങൾ സഹിച്ചു. എന്നെ അവിടെ പുറത്താക്കുള്ളൂ. നമ്മക്കൊരു ഐഡിയ പറഞ്ഞു പോലെ കയ്യിലാക്കാനേ. എന്റെ ഐഡിയ ഈ ഓണത്തിന് ഞാൻ ഉണ്ടാക്കിക്കോളാം. ഇത് പെരക്കുള്ള സാധനം വാങ്ങിക്കൊണ്ടേ. നമ്മൾ എല്ലാ ഓണത്തിനും നമ്മളെ വീട്ടിലും സദ്യ ഉണ്ടാക്കാറുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഷോപ്പിങ്ങിന് പോയതായിരുന്നു. അവിടെ ഹൈപ്പർ മാർക്കറ്റിൽ ഒരു പായസം സാമ്പിളിങ്ങിന് കൊടുക്കുന്നുണ്ട്. അവിടെ എല്ലാവരും വാങ്ങി കുടിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പായസം നല്ല ക്രീമി ടെക്സ്റ്ററിൽ നല്ല അടിപൊളിയായിട്ടുള്ള പാലട പായസമായിരുന്നു. അതാണെങ്കിൽ യൂണിറ്റ് ടേസ്റ്റിന്റെ ഇലസദ്യ പാലട പായസം മിക്സ് കൊണ്ട് ഉണ്ടാക്കിയ പായസമായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്താ ഇലസദ്യ എന്ന് കൊടുക്കാൻ കാരണം. അപ്പൊ അവര് പറഞ്ഞു നമ്മൾ ഈ ഓണത്തിന്റെ ഇലയിൽ വിളമ്പുന്ന ഓരോ വിഭവങ്ങൾക്കും ഒരു ഒതന്റിക് ടേസ്റ്റ് ആണെന്ന്. ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇലസദ്യ പ്രൊഡക്ട്സ് ഒക്കെ ഇറക്കിയിട്ടുള്ളത്. പായസത്തിന്റെ സൈഡിലായിട്ട് ഇവർ ഇലസദ്യ സാമ്പാർ പൗഡർ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ വാങ്ങിയതായിരുന്നു ഞാനിത്. ഇതാണ് യൂണിറ്റ് ടേസ്റ്റിന്റെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഇലസദ്യ സാമ്പാർ പൗഡർ. സദ്യയിൽ ഏറ്റവും പ്രാധാന്യം തന്നെയാണ് സാമ്പാർ. നമ്മൾ സദ്യയിൽ വിളമ്പുന്ന സാമ്പാറിന്റെ ആ ഒരു ഒതന്റിക് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു സാമ്പാർ പൊടിയിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സാമ്പാർ ഉണ്ടാക്കി കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന്റെ ഒരു ടെക്സ്ചറും സ്മെല്ലും ടേസ്റ്റ് ആണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു. അവര് പറഞ്ഞ പോലെ ശരിക്കും ഒരു ഒതന്റിക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ.